നൃപൻ, നമ്മൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് എം ഹസനെ പോലെയുള്ള നേതാക്കന്മാർ പറഞ്ഞത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ശശി തരൂർ എന്നാണ്. ഭയങ്കര വലിയ അറ്റാക്കാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ തരൂർ ഒരു ഇഞ്ച് പോലും പിന്മാറിയില്ല. കേരളത്തിലെ വ്യവസായ നയം, വ്യവസായ അന്തരീക്ഷം അത് മികച്ചതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതാണ്. അത് താൻ കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന ശശി തരൂരിൻ്റെ വാദം അദ്ദേഹം ആവർത്തിച്ചു. രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷവും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. ശരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പത്തി മടക്കിയോ? ഷമ്മി, തരൂരിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര വ്യക്തിത്വം രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലും ഇന്ത്യയിലും പലതരത്തിൽ സ്വീകാര്യമായ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ പിന്തുണയുള്ളൊരു നേതാവ്. ആ കോൺഗ്രസിൻ്റെ ഈ ഇത്തരത്തിൽ അതിനോട് ചേർത്ത് വായിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോഴും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും കഴിഞ്ഞ 8.5 വർഷക്കാലമായി കേരളത്തിൻ്റെ പൊതുവികസനത്തെ എതിർക്കുന്ന, രമേശ് ചെന്നിത്തല കാലഘട്ടത്തിൽ അരി കൊടുത്തതിന് കോടതിയിൽ പോകുന്നു, അരി നൽകരുത്, സൗജന്യ അരി നൽകരുതെന്ന് പറയുന്നു, K4-നെതിരെ പോകുന്നു, ലോക കേരള സഭയ്ക്കെതിരെ കോടതി പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു, K4-നെതിരെയും മറ്റ് വികസന പദ്ധതിക്കെതിരെയും നിലപാട് സ്വീകരിക്കുന്നു, ദേശീയപാത വികസനത്തിന് എതിരെ നിൽക്കുന്നു. പലതരത്തിൽ ജനോപകാരപ്രദമായ സംഭവങ്ങൾക്കെല്ലാം കേരളത്തിൻ്റെ പ്രതിപക്ഷം എതിർക്കുന്നു. അപ്പോൾ അത്തരം ഒരു സമീപനം കേരളത്തിൻ്റെ പ്രതിപക്ഷം തുടർച്ചയായി തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു നിലപാട് സ്വീകരിക്കുന്ന യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യമുള്ളൊരു നിലപാട് ശശി തരൂർ സ്വീകരിക്കുന്നു. അദ്ദേഹം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഉണ്ടായ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് ആധികാരികമായ കണക്കുകൾ നിരത്തി ഇന്ത്യ സർക്കാരിൻ്റെയും ഒപ്പം തന്നെ മറ്റ് ഏജൻസികളുടെയൊക്കെ തന്നെ ആധികാരിക കണക്കാണ് ശശി തരൂർ മുന്നോട്ട് വച്ചത്. അത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് അതുവരെ കോൺഗ്രസ് നിലപാട് കണ്ണടച്ചെതിർക്കുന്ന VD സതീശൻ തുടർന്നു വന്ന ഒരു നിലപാടിന് വലിയ തരത്തിൽ തിരിച്ചടി നേരിട്ടു എന്നതാണ്. അതിൽ നിന്ന് കരകയറുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ആ ഡിബേറ്റിന്, സംവാദത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് മടിച്ചു എന്നതാണ്. കാരണം തരൂര് ചോദിച്ചത്, തരൂര് ലേഖനത്തിന് ശേഷം ഉറച്ചു നിന്ന് പറഞ്ഞത്, താൻ ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കും ഇത് വായിച്ചു നോക്കാം. VD സതീശനെ വെല്ലുവിളിച്ച് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരൂ, നമുക്ക് ഈ പറഞ്ഞ ഇതിനെ സംബന്ധിച്ച് കണക്കുകൾ, ഡേറ്റകളിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്, ആർക്കും ഈ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെ വികസനത്തിന് അനുകൂലമായി സംവാദാത്മകമായ ഒരു പൊളിറ്റിക്സ് ശശി തരൂർ മുന്നോട്ട് വയ്ക്കുമ്പോൾ പിന്നോട്ടടിയുടെ, അതായത് തികച്ചും ഈ കേരളത്തിന് അനുഗുണമല്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ പ്രതിപക്ഷവും സ്വീകരിക്കുന്നു. ഇതിൽ തരൂരിന് വലിയ തരത്തിൽ സ്വീകാര്യത ലഭിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഭയപ്പെടുത്തുന്ന തരത്തിൽ ഒരു പ്രക്രിയയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോവുകയും വലിയ തരത്തിൽ തരൂരിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തരൂരിനെ താക്കീത് ചെയ്യുമെന്നോ നടപടിയെടുക്കുമെന്നോ തരൂരിനെ നിയന്ത്രിക്കുമോ എന്നൊക്കെ ചില നേതാക്കൾ കരുതിയിട്ടുണ്ടായിരിക്കും. അതാണ് ഹസൻ പറഞ്ഞത്, വർക്കിംഗ് കമ്മിറ്റി സ്ഥാനം ഒഴിയണമെന്ന കാര്യം. പക്ഷേ ഹൈക്കമാൻഡ് ആ സമീപനമല്ല തരൂരിനോട് സ്വീകരിച്ചത്. തരൂരിനെ കേൾക്കാൻ തയ്യാറായി. കഴിഞ്ഞ 2024 ശേഷം രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ സംവാദത്തിന്, രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കൂടെ ചർച്ചയ്ക്ക് ആദ്യമായി അപ്പോയിൻമെൻറ്റ് നൽകുന്നത് തരൂരിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. തരൂർ കേരളത്തിലെ സംഘടനാ വിഷയങ്ങൾ പറഞ്ഞു, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ പരാജയം പറഞ്ഞു, സംഘടന തമ്മിലുള്ള ഏറ്റുമുട്ടൽ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനുള്ള അവസരവും തരൂരിന് ലഭിച്ചു. ഇതിനെ തുടർന്നുണ്ടായ വലിയ തരത്തിലുള്ള ക്ഷോഭം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനുണ്ട്. അതാണ് ഇന്ന് അദ്ദേഹം പരിഹാസ രൂപേണ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തരൂരിനെ പോലെ വലിയ വ്യക്തിത്വത്തെ, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, വിശ്വപൗരനാണ്, അദ്ദേഹത്തെ പോലെ ആളിനെ ഉപദേശിക്കാനോ നിയന്ത്രിക്കാനുള്ള കഴിവോ പാകതയോ ഒന്നും എന്നെപ്പോലൊരു നേതാവില്ല, നമ്മളല്ല അതിന് താഴെയാണ് എന്ന് പറയുക വഴി തരൂരിനെ ആ വഴിക്ക് വിടുന്നു. തങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് ഈ സർക്കാരിനെതിരെ എങ്ങനെയാണ് നിലപാട് ഇതുവരെ സ്വീകരിച്ചത്, ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, തരൂരിനെ ഈ കാര്യത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. പക്ഷേ നേരത്തെ ഷമ്മി മുഖവിരയായി പറഞ്ഞതുപോലെ തരൂരിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. വികസനത്തിന് അനുകൂലമായ പോസിറ്റീവ് പൊളിറ്റിക്സുമായി തരൂർ മുന്നോട്ട് പോകുന്നു. അതിനെ പിന്തിരിപ്പൻ പൊളിറ്റിക്സുമായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് പോകുന്നു. അത് സ്വാഭാവികമായി ജനങ്ങൾ ചർച്ച ചെയ്യുന്ന തരത്തിലേക്കൊരു സംവാദം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അപകടമാണ്. കാരണം ഈ പൊളിറ്റിക്സുമായി മുന്നോട്ട് പോയാൽ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഹൈക്കമാൻഡ് കടുത്ത നിലപാട് തരൂരിനോട് സ്വീകരിക്കാത്തത്. ഷമ്മി, നൃപനി, പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, വടകര ഉപതെരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ പയറ്റിയ ചില തന്ത്രങ്ങളുണ്ട്. ഒരു നേരും നെറിയുമില്ലാതെ എന്തും ചെയ്യാം, പറയാം എന്ന നിലയിലേക്കൊരു ന്യൂജൻ രീതി VD സതീശനും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒക്കെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന, അതായത് ഏത് പച്ചക്കള്ളം പറഞ്ഞും നിലനിൽക്കുക, എന്ത് വ്യാജത്തരവും വിളമ്പി വിടുക, ആ ഒരു ശൈലിക്ക് ഏറ്റവും ഒരു വലിയ തിരിച്ചടി. അതായത്
ഫാക്ട്സും ട്രൂത്തും ഒന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾ ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ എന്തും അങ്ങ് പടച്ചു വിടും, അത് ജനങ്ങളെല്ലാം വിശ്വസിക്കും എന്ന ധാരണയ്ക്കേറ്റൊരു വലിയ അടി ശശി തരൂർ കൊടുത്തു എന്നുകൂടിയില്ലേ? അതായത് അവരുടെ ഈ ഒരു രാഷ്ട്രീയത്തെ അങ്ങനെ എല്ലാവരും ഒന്നും ഉൾക്കൊള്ളില്ല, കോൺഗ്രസിൽ പോലും എല്ലാവരും ഒന്നും ഉൾക്കൊള്ളില്ല, യാഥാർത്ഥ്യമായി തന്നെ പോകണം, അല്ലെങ്കിൽ നല്ലത് എന്ന് പറയണം എന്നൊരു നിലപാട് ഉയർന്നു വന്നത് ഒരു മാറ്റത്തിന് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ? അത് കോൺഗ്രസ് മാറിയില്ലെങ്കിലും, കേരളത്തിലെ കോൺഗ്രസ് മാറിയില്ലെങ്കിലും ആ തലമുറ മാറ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഇത്തരം പൊളിറ്റിക്സിന് ഇനി വലിയ കാലത്ത് ആയുസ് ഉണ്ടാവില്ല. കാരണം ഈ പുകമറ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് എതിർത്ത പദ്ധതികളെല്ലാം നമുക്ക് ആലോചിച്ച് നോക്കാം. കാരണം ദേശീയപാത വികസനമാകട്ടെ, ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ വികസനമാകട്ടെ, കെ ഫോണിൻ്റെ ആകട്ടെ, ലോക കേരള സഭ എന്ന നൂതന ആശയത്തെ എതിർത്തതാകട്ടെ, ഓരോ പദ്ധതികളെ സംബന്ധിച്ച് വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യം കപ്പൽ വരുന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മനസ്സോടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത് തൊട്ട് പിന്നീട് അദ്ദേഹം താൻ ലജ്ജിക്കുന്നു, ഇങ്ങനെ ഒരു വികസന നാടകം നടത്തിയതിൽ താൻ പങ്കെടുത്തതിൽ ഖേദിക്കുന്നു എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം നടത്തിയത്. ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്ന് കേരളത്തെ സ്നേഹിക്കുന്ന മലയാളികൾ വന്നപ്പോൾ ഇവിടെ വന്ന് ദൂർത്തിന് വേണ്ടിയിട്ടാണ്, ഇവിടെ വന്ന് നക്ഷത്ര ഹോട്ടലിൽ 5 സ്റ്റാർ ഫുഡ് കഴിച്ച് ദൂർത്ത് നടത്താനാണ് വരുന്നതെന്ന് ഈ പ്രവാസികൾ അവഹേളിച്ചു. അത്തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തരൂരിൻ്റെ ഈ സംവാദവുമായി ബന്ധപ്പെട്ട് ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് വ്യവസായ രംഗത്തെ പ്രമുഖർ സർക്കാരിനെ അനുകൂലിച്ച് രംഗത്തെത്തി. കാരണം ഇത്തരം ജനതയുടെ മുന്നിൽ സ്വാഭാവികമായും പ്രതിപക്ഷം ഒറ്റപ്പെട്ടു പോവുകയും തന്നെ ചെയ്യും. കാരണം അങ്ങനെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിലേക്ക് കേരളത്തിലെ യുവതലമുറ മാറിക്കഴിഞ്ഞു. ആ യുവതലമുറയുടെ പുതിയ കാലത്തിന് പറയുക ആ വൈബിലേക്ക് നിൽക്കുന്ന ഒരാളാണ് ശശി തരൂർ. അത് അദ്ദേഹത്തെ നല്ല പൂർണ്ണമായി ബോധ്യമുള്ള ഒരാളാണ്. കാരണം കേരള രാഷ്ട്രീയമായിരുന്നാലും ദേശീയ രാഷ്ട്രീയമായിരുന്നാലും ലോക നിലവാരത്തിൽ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഒരാളാണ്. കാരണം കേരളത്തിൽ നടന്ന വിവിധ വ്യവസായ കോൺക്ലേവുകളിൽ അവസാനത്തെ വിഴിഞ്ഞൻ കോൺക്ലേവിലടക്കം മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും തരൂർ പങ്കെടുത്ത വേദിയിൽ ലോകത്തെ പ്രധാനപ്പെട്ട വ്യവസായ സംരംഭകർ ആ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണം നടത്തിയതും കേരളത്തിൻ്റെ ഭാവി 25 വർഷത്തിന് ശേഷം എങ്ങനെ ആയിരിക്കണം എന്നൊരു ഡിസ്കഷൻ മുന്നോട്ട് വെച്ചത് തരൂരാണ്. അതാണ് തരൂർ പറഞ്ഞത്, താൻ മുൻപേ കേരളത്തിൽ പറയുന്ന ചില ആശയങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അതിൽ സർക്കാർ ബഹുദൂരം മുന്നിൽ പോകുന്നു. കേരളത്തിലെ സർക്കാർ ഇന്ത്യക്ക് തന്നെ അഭിമാനമാകുന്നു, ലോകത്ത് തന്നെ അഭിമാനമാകുന്നു. സംരംഭകർക്ക് കേരളത്തിലേക്ക് വരാം. അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. അതിനെ നമ്മൾ പോസിറ്റീവായി കാണാം. ഒന്നുകൂടി ഷമ്മി പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞത് ഇനി വരുന്ന ഏത് സർക്കാർ വന്നാലും അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകണം, അതാണ് ഒരു പോസിറ്റീവ്. അത് തന്നെയാണ് കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും പറഞ്ഞത്. എന്തുകൊണ്ടോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അത് ഉൾക്കൊള്ളുന്നില്ല. നിരന്തരമായ തോൽവി കൊണ്ടോ തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ വിഹുലത കൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ സ്ഥല ജലഭ്രമം വിട്ടൊഴിഞ്ഞേ മതിയാവും. കാരണം പുതുതലമുറ ഇത്തരം നെഗറ്റീവായ പൊളിറ്റിക്സിനൊപ്പമല്ല. ഷമ്മി.